വള്ളുവനാടൻ സംസ്കാരത്താൽ സമ്പന്നമായ ആമയൂരിലെ നെടുമ്പർക്കാട് ദേശത്ത് 78 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ലക്ഷ്മി വിലാസം ALP സ്കൂൾ ജൈത്രയാത്ര തുടരുന്നു. 4 ചുവരുകൾക്കപ്പുറത്തേക്ക് ഹൃദയവിശാലതയുടെയും നിരീക്ഷണ ബോധത്തിന്റെയും സാമൂഹ്യ കാഴ്ചപ്പാടുകളുടെയും പുതിയ തലങ്ങളിലേക്ക് ജാലകങ്ങൾ തുറന്ന് നെടുമ്പർക്കാടിന്റെ വെളിച്ചമായി നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. യാഥാസ്ഥികനും വിദ്യാഭ്യാസ പ്രേമിയുമായ ശ്രീ ഗോവിന്ദൻ എഴുത്തച്ഛൻ 1947 37 വിദ്യാർത്ഥികളും ഒരധ്യാപകനുമായി സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം. പ്രാരംഭത്തിൽ 1 മുതൽ 5 വരെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു. ഒരു ഉൾനാടൻ പ്രദേശമായ ഈ നാട്ടിലെ കുരുന്നുകൾക്ക് വിദ്യ അഭ്യസിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരധ്യാപകൻ കൂടിയായ ശ്രീ ഗോവിന്ദൻ എഴുത്തച്ഛൻ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഒരു സ്കൂൾ സ്വന്തം വളപ്പിൽ തുടങ്ങിയത്. പിന്നീട് സൗകര്യാർത്ഥം ഈ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിപ്പണിയുകയും ചെയ്തു. പിന്നീട് ഈ വിദ്യാലയത്തിൽ മാനേജരായ ശ്രീ അയ്യപ്പൻ എഴുത്തച്ഛൻ, ശ്രീ മുഹമ്മദ് മാസ്റ്റർ, ശ്രീമതി കല്യാണിക്കുട്ടി ടീച്ചർ, ശ്രീമതി ബാലാമണി ടീച്ചർ എന്നിവർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഈ കുടുംബത്തിലെ തന്നെ അംഗങ്ങളായ ശ്രീമതി പ്രഭാവതി ടീച്ചർ, ശ്രീമതി ശോഭനകുമാരി ടീച്ചർ, ശ്രീമതി ഗീത ടീച്ചർ, ശ്രീമതി ജോളി ടീച്ചർ എന്നിവരും അറബിക് അധ്യാപകനായ ശ്രീ TP അബൂബക്കർ മാസ്റ്ററും ശ്യാമള ടീച്ചറും ഇവിടെ അധ്യാപകരായിരുന്നു. 1997 എടപ്പയിൽ മുഹമ്മദ് കുട്ടി ഹാജിയുടെ ഉടമസ്ഥതയിലേക്ക് ഈ വിദ്യാലയം കൈമാറ്റം ചെയ്യപ്പെട്ടു. തുടർന്ന് സ്കൂളിൽ പുതിയ കെട്ടിടം പണിയുകയും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ സ്കൂൾ മാറുകയും ചെയ്തു. 2013 സ്കൂളിന്റെ ഉടമസ്ഥാവകാശം പാർവതി ഗ്രൂപ്പിൽ എത്തിച്ചേരുകയും ശ്രീ രാജൻ വെള്ളശ്ശേരി സ്കൂളിന്റെ മാനേജരായി ചുമതലയേൽക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂളിന് സ്വന്തമായൊരു ബസ് വാങ്ങുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സബ് ജില്ലയിലെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളിൽ ഒന്നാണ് നമ്മുടെ ലക്ഷ്മി വിലാസം സ്കൂൾ. നിലവിൽ 2 പ്രീ പ്രൈമറി ഉൾപ്പെടെ 208 കുട്ടികളും 11 അധ്യാപകരുമായി നമ്മുടെ വിദ്യാലയം മുന്നോട്ട് കുതിക്കുന്നു. ആമയൂര് LVALP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ സ്കൂൾ നമ്മുടെ രാജ്യത്തോടൊപ്പം സഞ്ചരിച്ച ഒരു സ്കൂളാണ്. 1947 ആ സ്കൂൾ ആരംഭിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗോവിന്ദൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആ സ്ഥാപനം തുടക്കം കുറിച്ചത്. അതിനുശേഷം നിരവധി അധ്യാപകർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള മക്കളായിട്ടുള്ള കുട്ടിമാഷ്, മരുമക്കളായിട്ടുള്ള കല്യാണി ടീച്ചർ തുടങ്ങി നിരവധി പ്രഗത്ഭരായ അധ്യാപകരുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ കഴിവുകൊണ്ടും മികവുകൊണ്ടും ഈ നാടിനെ വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികപരമായിട്ടൊക്കെ വളരെയേറെ ഉന്നതിയിലെത്തിക്കാൻ ആ സ്ഥാപനത്തിനും അന്നത്തെ കാലത്തെ അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് മാഷ് എന്ന് പറഞ്ഞ എൻ്റെ വല്യാപ്പ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഈ പ്രദേശത്തുള്ള കുട്ടികളൊക്കെ അദ്ദേഹം ഈ തോട് എടുത്ത് കടത്തി ചില കുട്ടികളൊക്കെ എടുത്ത് തോളിലേറ്റിയിട്ടൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലൂടി ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ പഠിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഈ നാടിൽ സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായിട്ടും ഒരുപാട് ആളുകൾ അധ്യാപകരായിട്ടുണ്ട്, ഡോക്ടർമാരായിട്ടുണ്ട്, എൻജിനീയർമാരായിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ നല്ല കൃഷിക്കാരായിട്ടുണ്ട്, നല്ല ഡ്രൈവർമാരായിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ആ സ്കൂളിൽ പഠിച്ച ആളുകൾ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളാണ്. നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചാണ് ആമയൂര് ലക്ഷ്മിവിലാസം സ്കൂളിനെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ച് ഇവിടെ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന പച്ചപ്പരമാർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ റോഡോ സൗകര്യമോ മറ്റൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇവിടെ നമ്മളിൽ നിന്നും സ്കൂളിലേക്ക് നയിച്ചു കൊണ്ടുപോയിരുന്നത് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ മുഹമ്മദ് മാഷായിരുന്നു. ഈ തോടും ചാലും ഇതെല്ലാം നടത്തി കുട്ടികളെ കൈയോടെ പൊക്കി കൊണ്ടുപോയി ആ തോട് കടത്തി സ്കൂളിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം. ചുരുക്കത്തിൽ നമ്മളെല്ലാവരെയും ഒരു വിദ്യയുടെ അഭ്യാസം തന്ന് നമ്മളെ പുരോഗതിയിൽ എത്തിച്ച ഒരു സ്കൂളായിരുന്നു നമ്മുടെ ആമയൂര് ALP സ്കൂൾ. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് വളരെ അത്യധ്വാനം ചെയ്ത് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോവുക
അവിടെ അഡ്മിഷൻ്റെ കാലത്ത് കുട്ടികളെയൊക്കെ വീട്ടുകളിൽ പോയിട്ട് അന്വേഷിച്ച് പിടിച്ചിട്ട് കൊണ്ടുപോവുക, അങ്ങനത്തെ ആ വിദ്യാഭ്യാസത്തിൻ്റെ മുൻപന്തിയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് മുഹമ്മദ് മാഷ്. ഞങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളൊരു സ്കൂളല്ലായിരുന്നു. പിന്നെ അവിടുത്തെ മാഷന്മാരും അപ്പുട്ടി മാഷ്, അച്യുന്നേർ മാഷ്, കല്യാൺ ടീച്ചർ, ബാലാമൻ ടീച്ചർ, മുഹമ്മദ് മാഷ് നല്ല ഒരു അധ്യാപകരായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതിലേറ്റവും എനിക്ക് ഇന്നൊരു സങ്കടം മുഹമ്മദ് മാഷെ പറ്റി. അത് ഭയങ്കര സങ്കടമുള്ളൊരു മാഷായിരുന്നു. അതിപ്പോഴും അത് ഓർത്ത ഒരു സങ്കടമാണ് എനിക്ക്. കാരണം ആ മാഷ അവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ഒരു വഴിയും ഇതൊന്നും ഇല്ലാത്തൊരു കാലം, ഭയങ്കര മഴ പെയ്യുമ്പോൾ നടക്കാൻ വഴിയില്ലാത്ത കാലം. സ്കൂൾ കുട്ടികളെയൊക്കെ ആയിട്ട് മാഷ് ഇങ്ങനെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ വരും. ഓരോ കുട്ടികളെയും ഓരോ കഴായി വരമ്പുകളും തോടും എടുത്ത് കുറേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെയും മാഷ് അങ്ങോട്ട് തന്നെ പോകും. എന്നിട്ട് ആ മാഷ് ഇങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുവരും. പിന്നത്തെ തരല്. പക്ഷേ നല്ലൊരു മാഷായിരുന്നു. ആ മാഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്കൂളിൽ. തുണിയൊന്നും അന്നത്തെ കാലത്ത് അധികാരം കൊടുക്കാനൊന്നും ഇല്ലല്ലോ, അതിനുള്ള പൈസയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ മാഷ് ചെറിയ ശമ്പളമാണ് ആ കാലത്ത്. അപ്പോൾ അന്ന് ആ പൈസയാണ് മാഷ് എടുത്തിട്ട് കുട്ടികൾക്ക് സ്ലേറ്റ് മേടിച്ചു തരും, പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കും, ഡ്രസ്സ് മേടിച്ചു കൊടുക്കും. അങ്ങനെ മാഷ് കുറേ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പങ്ക് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ മാഷോട് ഇത്രയും ഒരു സ്നേഹം. ഞാനൊരു 53 വർഷം മുതൽ ഈ നെടുമ്പ്രക്കാട് LVLPയിൽ പഠിക്കാൻ തുടങ്ങിയതാണ്. 1ാം ക്ലാസ് മുതൽ. അന്ന് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്കൂളാണ്, ഒരു ഷെഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ നിന്നൊക്കെ പഠിക്കാൻ പോയിരുന്നതും. സാഹചര്യങ്ങളും വളരെ ദുർഘടമായിരുന്നു. എങ്കിലും അതിൽ നിന്ന് ആ സ്കൂള് നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നു. ഒരു വിഭാഗം കുറേ കുട്ടികൾ ഇന്ന് പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ ലക്ഷ്മി വിലാസം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച സ്കൂള്, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എത്രയും നല്ല നല്ല അധ്യാപകർ, ഗുരുനാഥന്മാർ പഠിപ്പിച്ച സ്കൂള്. തുടക്കം അവിടെയായിരുന്നു. ഞാനവിടെ 1ാം ക്ലാസ്സിൽ ചേർന്നു. 1ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകനുണ്ടായിരുന്നു, അച്യുതനായർ മാഷ്. കുട്ടികളെ എത്രയും താലോലിച്ച് കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു മാഷ്. ഇവിടെ ഒരു വലിയ തോടുണ്ടായിരുന്നു. ആ തോട് അപ്പുറം കടക്കാൻ കുട്ടികൾക്ക് പറ്റാത്തപ്പോൾ മാഷാണ് മഴക്കാലത്ത് എല്ലാ കുട്ടികളെയും എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് സ്കൂളിൽ കൊണ്ടുപോയിരുന്നു അച്യുതനായർ മാഷ്. അപ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സ്കൂളും അധ്യാപകരുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ആഗസ്റ്റ് 15-ന് എന്നും ഒരു പായസം വയ്ക്കും. അത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ഈ അച്യുതനായർ മാഷും മുഹമ്മദ് മാഷും കൂടാണ്. എന്നിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി ഇലയൊക്കെ കൊണ്ടുവന്ന് ആ വരാന്തയിൽ നിരന്നിരുന്ന് പായസം കഴിക്കുക. കൊടി ഉയർത്തലിന് ശേഷം എല്ലാ കുട്ടികളും പായസം കഴിക്കുകയും അങ്ങനെ നല്ല സുഖത്തിനും സന്തോഷത്തിനും ആണ് ആ സ്കൂളിൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞത്. ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ആമീർ മറ്റേ ഈ സ്കൂളാണ് പഠിച്ചിരുന്നത്, MLP സ്കൂളിൽ. സ്കൂളിൻ്റെ മുന്നേ തന്നെ ഒരു കാളത്തേക്കുണ്ടായിരുന്നു. പഴയ കാലത്ത് കൃഷിയിലേക്ക് വെള്ളം അടിക്കാൻ കാളകളെ കൊണ്ട് തേകുന്നത്. ആ കാളത്തേക്ക് കണ്ടിരിക്കുമ്പോൾ അപ്പുട്ടി മാഷ് വരുന്നത് കണ്ടാൽ എല്ലാവരും നീച്ചു പായും. അങ്ങനെ അപ്പുട്ടി മാഷെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. ഞാൻ പഠിച്ചത് ഈ സ്കൂളിൽ, അപ്പുട്ടി മാഷ സ്കൂളിൽ. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് കൊണ്ടുവരാനും ഈ പാടത്തിൽ കൂടെ വർഷക്കാലത്തൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം അതിനൊക്കെ ഞങ്ങളുടെ കൂടെ സഹായിച്ചിരുന്നത് മുഹമ്മദ് മാഷായിരുന്നു. മുഹമ്മദ് മാഷ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ ഡോക്ടർ MK ഈശ്വരി, ആമിയൂരാണ് വീട്. ആ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ നെടുമ്പ്രക്കാട് ആ സ്കൂളിനോടുള്ള നന്ദി അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണത്. എൻ്റെ മക്കളെയൊക്കെ ഗീത ടീച്ചറും ജോളി ടീച്ചറാണ് പഠിപ്പിച്ചത്. അവരും നല്ല സ്ഥിതിയിലാണ് ഇന്ന്. ഇപ്പോൾ ഉള്ള ജോളി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ആമയൂർ നെടുമ്പ്രക്കാട് സ്കൂളിൽ എൻ്റെ പഴയ കാലത്ത് ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്. നെടുമ്പ്രക്കാട് സ്കൂളിൽ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അന്നത്തെ സ്കൂളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ബസ് സൗകര്യം, വാഹന സൗകര്യം ഇതൊന്നുമില്ല. പക്ഷേ ഞങ്ങളന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നുള്ളുമ്പായക്കാട് ഉണ്ടാവില്ല, ആ കാട്ടുകൂടെ ഞങ്ങളങ്ങനെ നടന്നു പോയിരുന്നു. ഇപ്പോൾ ആ ഭാഗത്തൊക്കെ റോഡും പള്ളിയാലും വീടും ഇവരെയൊക്കെ ആയ സ്ഥലമാണ്. അതേമാതിരി അപ്പുട്ടി മാഷ് നല്ല മാഷായിരുന്നു കേട്ടോ. അപ്പുട്ടി മാഷ് ഏഷ്യൻ്റെ സ്കൂളുകാരനും ഏഷ്യൻ്റെ മൂത്ത മകനുമാണ്. അയാൾ അവിടുത്തെ അധ്യാപകനായിരുന്നു. അയാളൊക്കെ നല്ല പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്വഭാവങ്ങളൊക്കെ ഞങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട മാഷായിരുന്നു. പിന്നെ ഒരു കാർത്തികൻ ടീച്ചർ, പിന്നെ അത് പൂവക്കോട്ട് നിന്നാണ് വരുന്നത്. അതൊക്കെ നടന്നിട്ടാണ് വരിക. ഇന്നത്തെ മാതിരി ബസ്സിനൊന്നുമല്ല. രാവിലെ നടന്ന് 10 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ നിന്ന് 10 മണിക്ക് ഇപ്പോൾ സ്കൂളിലെത്തണമെങ്കിൽ പിന്നെ പൂവക്കോട്ട് നിന്ന് എത്ര നേരത്തെ പോരണം?
അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. അച്ഛനായർ മാഷ് പറഞ്ഞ് ഈ കുട്ടികൾക്കൊക്കെ വലിയ കാര്യമായിരുന്നു. അച്ഛനായർ മാഷ് 1-ാം ക്ലാസ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡിലെത്തി അറിയാം, ഇവിടെ നോക്കൂ നോക്കൂ കുട്ടികളെ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി കൊടുത്തിട്ട് എല്ലാവർക്കും കുട്ടികൾക്ക് വലിയ രസമാണ്. ആ മാഷ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരു കുട്ടി വന്നില്ലെങ്കിൽ മാഷ് ഇവിടെ വന്നിട്ട് കണക്കെടുത്തിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകും. പറക്കൊണ്ട് പോയിട്ട് ആ മാഷ് കുട്ടികൾ കൂട്ടിക്കൊണ്ട് എടുത്തു കൊണ്ടിരുന്ന കുട്ടികൾ അങ്ങനത്തെ മാഷായിരുന്നു അയാൾ. രസകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അച്ഛനായർ മാഷുണ്ടായിരുന്നു. അയാൾ ഈ വണ്ടുതറക്കാരനാണ്. രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് വരും. ഇവിടെ പിന്നെ ഷാരോന്മാരുടെ വീടുണ്ട്, വലിയ വീടാണ് ഇവിടെ. അവിടെ വന്നു അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അയാൾ സ്കൂൾ ബെല്ലടിക്കണ നേരത്തെ ഇങ്ങോട്ട് വരിക. അവിടുത്തെ കുട്ടികളും ഉണ്ടാവും. അയാൾ ഇവിടെ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത് ശബ്ദം പുതിയ റോഡിലേക്ക് കേൾക്കാം. അത്രക്കും ശബ്ദത്തിലാണ് അയാൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഇത്ര നല്ലൊരു മാഷ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്ക് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷമുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്, അതുവരെ ആ സ്കൂളിൽ അന്വേഷിച്ചൊന്നും നടത്തിയിരുന്നില്ല. കല്യാൺ ടീച്ചറും ബാലാവൻ ടീച്ചറും മാത്രമേ ടീച്ചർമാരായിട്ടുള്ളൂ. അതിൽ ബാലയെടുത്തേക്ക് കണ്ണിന് അസുഖം കാരണം ഒരു പരിപാടിയും നടത്തിയിരുന്നില്ല. പക്ഷേ അന്ന് ഞങ്ങൾ ഈ സേവനവാരം നടത്തിയിരുന്നു 7 ദിവസം. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ദിവസം വരെ പരിപാടിയൊക്കെ നടത്തി, കലാപരിപാടികളൊക്കെ നടത്തും. ആ സമയത്ത് 4-ാം ക്ലാസ്സിൽ പണത്തിന് പകരം വടിയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. ആ പാഠം വെച്ചിട്ട് ഞാൻ നാടകം ഉണ്ടാക്കി കുട്ടികളെ കണ്ട് കളിപ്പിച്ചു. അങ്ങനെ കളിപ്പിച്ചപ്പോൾ അന്ന് ഇവിടുത്തെ ഉദയൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവൻ്റെ ഏട്ടൻ മോഹനൻ ഉണ്ട്. മോഹനൻ ഈ അപ്പുട്ടി മാസ്റ്റർ വീട്ടിൽ വലിയ വേണ്ടപ്പെട്ട ആളായിരുന്നു. അവൻ പറഞ്ഞു പിടിച്ചിട്ട് അപ്പുട്ടി മാസ്റ്റർ പറഞ്ഞാൽ എൻ്റെ മൂത്തേട്ടൻ, അവരെ കൊണ്ട് നമുക്കൊരു അന്വേഷണം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുഹമ്മദ് മാസ്റ്റർ പിരിയണ നേരത്തായിരുന്നു ഞങ്ങൾ ആ സ്കൂളിൽ അന്വേഷണം നടത്തിയത്. 1947 സ്ഥാപിതമായ ഈ വിദ്യാലയം എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അച്ഛൻ തുടങ്ങിയ വിദ്യാലയത്തെക്കുറിച്ച്, അന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്നത്തെ സാമൂഹിക അന്തരീക്ഷം കൂടി സൂചിപ്പിക്കണമല്ലോ. സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത്രയൊന്നും പ്രാധാന്യമില്ലാത്തൊരു കാലത്ത് മകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഒരു സമൂഹത്തിൽ ആ വിദ്യാലയം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വളരെ ആദരവോടെ ആ സ്ഥാപകനെ ഓർക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ 2020 റിട്ടയർ ചെയ്തു. അതിനുശേഷവും ഒരു സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്താൻ, ആ സമൂഹത്തിന് ഒട്ടേറെ നന്മകൾ ചെയ്യാൻ ആ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം പറയട്ടെ. ഇനിയും നല്ലൊരു മാറ്റത്തിനായിട്ട്, സമൂഹത്തിന് നല്ലൊരു മാറ്റം ആ സമൂഹത്തിൽ വരുത്താൻ വേണ്ടി അവിടുത്തെ അധ്യാപകർക്കും നാട്ടുകാർക്കും മാനേജ്മെൻറ്റിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ജനാർദ്ദനൻ, റിട്ടയർഡ് പ്രിൻസിപ്പാൾ, നെടുമ്പ്രക്കാട്ട് കുന്നത്ത് ആമയൂർ. 1960-61 അധ്യയന വർഷത്തിലാണ് ലക്ഷ്മിവിലാസം ലോവർ പ്രൈമറി സ്കൂൾ എന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ താളവും ഗതിയും തീരുമാനിക്കപ്പെടുന്നത് പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അന്ന് സ്കൂളിൽ നിന്നും ലഭ്യമായിരുന്ന പാലിൻ്റെയും ഉപ്പുമാവിൻ്റെയും രുചി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നമസ്കാരം, ഞാൻ നെടുമ്പ്രക്കാട് വെള്ളശ്ശേരിക്കുളത്തിൽ ദ്വാരകാനാഥൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടമാണ്. എനിക്ക് അതിന് ഭാഗ്യം ലഭിച്ചത് നെടുമ്പ്രക്കാട് ലക്ഷ്മിവിലാസം ലോവർ പ്രൈമറി സ്കൂളിൽ നിന്നാണ്. ഈ വിദ്യാലയം ഒട്ടേറെ നല്ല അനുഭവങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടെ നടന്നിരുന്ന സാഹിത്യ സമാജം, ഉപന്യാസ രചന, പ്രസംഗ മത്സരം എന്നിവയിൽ എന്നെ മുഹമ്മദ് മാസ്റ്റർ നിർബന്ധമായി പങ്കെടുപ്പിച്ചിരുന്നതും എന്നിൽ മത്സരബുദ്ധി വളർത്തിയതുമൊക്കെ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് വിവിധ വിദ്യാലയങ്ങളിൽ പ്രധാനാധ്യാപകനായും AO ആയും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അന്ന് മുഹമ്മദ് മാസ്റ്റർ നൽകിയ ആ അനുഭവം എന്നെ ഏറെ സ്വാധീനിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു റിട്ടയർഡ് അധ്യാപകനും പൗരപ്രമാണിയുമായിരുന്ന ശ്രീ ഗോവിന്ദൻ എഴുത്തച്ഛൻ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സരസ്വതി പൂജയും കുട്ടികളെ എഴുത്തിനിരുത്തലും നടത്തി വരിക പതിവായിരുന്നു. ധാരാളം കുട്ടികൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്.
കുട്ടികളെ അദ്ദേഹം എഴുത്തിനിരുത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു. മതപണ്ഡിതനായ ശ്രീ KM മുഹമ്മദ് മൗലവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയായിരുന്നു. ഞാൻ ചെറുപ്പകാലത്ത് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൗതുകകരമായ ഹാൻഡ് റൈറ്റിംഗ് അത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ സ്കൂളിൻ്റെ ചരിത്രത്തിൽ പഠിച്ച അത്രയും വിദ്യാർത്ഥികളിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത്. കാരണം ആ സ്കൂളിൻ്റെ സ്ഥാപകനും മഹാപണ്ഡിതനുമായ ശ്രീമാൻ ഗോവിന്ദൻ എഴുത്തച്ഛൻ കീഴായൂർ സ്കൂളിൽ നിന്ന് വിരമിച്ച ശേഷം സ്വന്തം സ്കൂളിൽ ഒരു വർഷം പഠിപ്പിക്കുന്നേ. അത് 3-ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുരാണങ്ങളിലുള്ള പാണ്ഡിത്യം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. കാരണം രാമായണം, മഹാഭാരതം കഥകളിൽ കൂടി ഞങ്ങളെ ഒരുപാട് എന്താ പറയുക ആനന്ദിപ്പിക്കുകയും ഞങ്ങളെ അല്പസ്വല്പം വിവരമുള്ളവരാക്കുകയും ചെയ്ത ഒരു വർഷമായിരുന്നു അത്. ഞാൻ അബൂബക്കർ മാസ്റ്റർ 1971 ജൂലൈ 21-ാം തീയതി ആമയൂർ LVIP സ്കൂളിൽ അറബി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ മാനേജറായിട്ടുണ്ടായിരുന്നത് ശ്രീമാൻ അയ്യപ്പൻ എഴുത്തച്ഛൻ മാസ്റ്റർ, HM ആയിട്ട് കല്യാണിക്കുട്ടി ടീച്ചറും ആയിരുന്നു. വിരമിച്ചത് 2008 മാർച്ച് 31-നായിരുന്നു. ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന അയ്യപ്പൻ എഴുത്തച്ഛൻ മാസ്റ്റർ, കല്യാണിക്കുട്ടി ടീച്ചർ, ബാലാമണി ടീച്ചർ, ഇവരൊക്കെ ഞാൻ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. പിന്നീട് കുറെ നല്ല സഹപ്രവർത്തകരെ എനിക്ക് കിട്ടുകയുണ്ടായി. സ്കൂൾ സ്ഥാപക കുടുംബത്തിലെ അവസാന കണ്ണിക്കൂടിയായ ശ്രീമതി ജോളി ടീച്ചർ 1969 ജനുവരി 3 പാലക്കാട് ജില്ലയിലെ പാട്ടോല കിഴക്കേ വീട്ടിൽ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് മാധൻ എഴുത്തച്ഛന്റെയും അധ്യാപികയായ ദേവകി ടീച്ചറുടെയും മകളായി ജനിച്ചു. വടക്കഞ്ചേരി ചെറുപുഷ്പം ഹൈസ്കൂളിലാണ് സ്കൂൾ ജീവിതം പൂർത്തിയാക്കിയത്. 1990 ജൂൺ 9 കോലോത്തൊടി വീട്ടിൽ അയ്യപ്പൻ എഴുത്തച്ഛന്റെയും കല്യാണി ടീച്ചറുടെ മകനും ഹൈസ്കൂൾ അധ്യാപകനുമായ ശ്രീ കൃഷ്ണകുമാറിനെ വിവാഹം ചെയ്ത് ജീവിതം ആമയൂരിലേക്ക് പറിച്ചു നട്ടു. 1990 ഓഗസ്റ്റ് 14 നമ്മുടെ വിദ്യാലയമായ LVALP സ്കൂൾ LPSA ആയി സ്ഥിര നിയമനം നടത്തി. ടീച്ചറുടെ 2 മക്കളിൽ മൂത്തയാൾ ജിതേഷ് സ്വന്തമായി ബിസിനസ്സും ഇളയ മകൾ ഹൃദ്യ അയർലൻഡിൽ PhD ചെയ്യുകയുമാണ്. ഏതു പ്രതിസന്ധികളിലും നമ്മുടെ അധ്യാപകർക്കും കുരുന്നുകൾക്കും ഒപ്പം സഞ്ചരിച്ച് 2025 മാർച്ച് 31 ടീച്ചർ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്.